ഇറാൻ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് വിജയപ്രഖ്യാപനം നടത്തിയത്. ഇറാൻ ഏകദേശം പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. ഈ യുദ്ധം അമേരിക്ക ജയിച്ചിരിക്കുന്നുവെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും നശിച്ചു. ആണവ കേന്ദ്രങ്ങൾ തകർന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സഹായിക്കാത്ത സഖ്യകക്ഷികൾക്കെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. എനിക്ക് 2 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക. ഇവിടെ ആവശ്യത്തിലധികം എണ്ണയുണ്ട്. 2, ഹോർമൂസ് കടലിടുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അത് പിടിച്ചെടുക്കൂ. അത് സംരക്ഷിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ട്രംപ് പറഞ്ഞു. ഹോർമൂസ് വിഷയത്തിൽ ഇനി അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇറാനിൽ താൻ ലക്ഷ്യമിട്ട ഭരണമാറ്റം നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. മുൻഗാമികളെക്കാൾ ബുദ്ധിശാലിയും തീവ്രമായ നിലപാടുകൾ കുറഞ്ഞതുമായ പുതിയൊരു നേതൃത്വമാണിപ്പോൾ ഇറാനിലുള്ളതെന്നും അവർ വെടിനിർത്തലിനായി അമേരിക്കയെ സമീപിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങൾ ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ ഭീഷണിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് താൻ ഗൗനിക്കുന്നില്ലെന്നും ഉപഗ്രഹങ്ങൾ വഴി അമേരിക്ക നിരീക്ഷണം തുടരുന്നുണ്ടെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. ഇതിനിടയിലും എന്ന് യുദ്ധം നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ മാർച്ചിൽ ട്രംപിന്റെ ജനപ്രീതി 42% താഴ്ന്നിരുന്നു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതോടെ ഇത് 46% ഉയർന്നിട്ടുണ്ട്. 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയപ്രഖ്യാപനം നടത്തി യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഹാരി പറഞ്ഞു. ഇറാനെതിരെ കരയുദ്ധത്തിന് ശ്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ നല്ല ഭക്ഷണമായി തീരും. ഇബ്രാഹിം സോൽഫഗി മുന്നറിയിപ്പ് നൽകി. 10,000-ഓളം സൈനികരെ കൂടി മധ്യപൂർവ്വ ദേശത്തേക്ക് അയക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നതിനിടയിലാണ് ഈ ഭീഷണി. അതേസമയം യുദ്ധം രൂക്ഷമാകുമ്പോഴും പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകൾ നടന്നിരുന്നു. അമേരിക്കയും ഇറാനും ഇതുവരെ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിലും ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്ക രഹസ്യമായി ആക്രമണത്തിന് പദ്ധതിയിടുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാബർ ഖലിബാബ് ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ യുദ്ധം നിർത്തിയെന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. ഇറാൻ എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം ഇറാൻ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു.